സിനിമാ മേഖലയിലെ ലൈംഗിക ചൂഷണ വെളിപ്പെടുത്തലുകളിൽ നിയമ നടപടികൾ തുടരുകയാണ്. ഇന്ന് വിവിധ കേസുകൾ രജിസ്റ്റർ ചെയ്തു. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിൽ സംവിധായകൻ രഞ്ജിത്തിനെതിരെ നടക്കാവ് പോലീസ് കേസെടുത്തു. ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിൽ നടൻ സുധീഷിനും ഇടവേള ബാബുവിനുമെതിരെ ഓരോ കേസുകളും ഇന്ന് രജിസ്റ്റർ ചെയ്തു. VK പ്രകാശിനെതിരെ പരാതി നൽകിയ യുവ കഥാകാരിയുടെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തി. കോഴിക്കോട് സ്വദേശിയായ യുവാവ് നൽകിയ പരാതിയിലാണ് സംവിധായകൻ രഞ്ജിത്തിനെതിരെ കേസെടുത്തത്. ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് കേസ്. സിനിമയിൽ അഭിനയിപ്പിക്കാമെന്ന് വാഗ്ദാനം നൽകി പീഡിപ്പിച്ചെന്നായിരുന്നു പരാതി. നടൻ സുധീഷ്, അമ്മ മുൻ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു എന്നിവർക്കെതിരെ കോഴിക്കോട് നടക്കാവ് പോലീസും കേസെടുത്തു. ജൂനിയർ ആർട്ടിസ്റ്റ് നൽകിയ പരാതിയിലാണ് കേസ്. അമ്മയിൽ അംഗത്വം നൽകുന്നതിന് അഡ്ജസ്റ്റ്മെന്റിന് തയ്യാറാകണമെന്ന് ഇടവേള ബാബു ആവശ്യപ്പെട്ടെന്നാണ് പരാതി. സെറ്റിൽ വെച്ച് മോശമായി പെരുമാറിയെന്നും ടൂർ പോകാൻ നിർബന്ധിച്ചു എന്നുമാണ് സുധീഷിനെതിരായ പരാതി. സംവിധായകൻ VK പ്രകാശിനെതിരായ ലൈംഗിക ആരോപണ പരാതിയിൽ പോലീസ് രഹസ്യമൊഴിയെടുക്കും. രഹസ്യമൊഴിയെടുക്കാൻ പോലീസ് കോടതിയെ സമീപിച്ചു. യുവതിയുടെ രഹസ്യമൊഴിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ട് പള്ളിത്തോട്ടം പോലീസാണ് കൊല്ലം CJM കോടതിയിൽ അപേക്ഷ നൽകിയത്. അതേസമയം ദുരനുഭവങ്ങളെ തുടർന്നാണ് മലയാള സിനിമ ഉപേക്ഷിച്ചതെന്ന വെളിപ്പെടുത്തലുമായി നടി കസ്തൂരി രംഗത്തെത്തി. In the industry, I have faced some idiots, especially in a Malayalam film. That is why I stopped acting in Malayalam. Cheap behavior. The production itself, there was multiple people in the production side who were that production manager got a slap from me. വർഷങ്ങൾക്ക് മുൻപ് പ്രമുഖ മലയാള നടിക്ക് നേരെ ആക്രമണമുണ്ടായപ്പോൾ കാര്യമായ പിന്തുണ ലഭിച്ചില്ല. അതിന്റെ മുതലും പലിശയും ചേർത്താണ് ഇപ്പോൾ എല്ലാവരും അനുഭവിക്കുന്നതെന്ന് കസ്തൂരി തുറന്നടിക്കുകയാണ്. തുറന്നു പറയുന്നതിൽ മലയാളത്തിലെ നടിമാരോട് ബഹുമാനമുണ്ട്. തമിഴിൽ ഖുശ്ബു സുന്ദർ ഉൾപ്പെടെയുള്ളവർ ഒന്നും പ്രതികരിക്കുന്നില്ല. ഇങ്ങ തമിഴ്നാട്ടിലെ ഒരുത്തർ കൂടെ പേസறதுக்கு கூட பயப்படுறாங்க. They are afraid to talk. People like Khushbu are afraid to talk. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ കാര്യമായി ഒന്നുമില്ല. എന്നാൽ മാറ്റത്തിന്റെ തുടക്കമാണ്. തമിഴ് സിനിമാ രംഗത്തും ഹേമ കമ്മിറ്റി മാതൃകയിൽ അന്വേഷണം നടത്തുമെന്ന നടൻ വിശാലിന്റെ പ്രസ്താവനയെ സ്വാഗതം ചെയ്യുന്നു. എന്നാൽ ഒരു പവർഫുള്ളായ നടൻ എന്ന നിലയിൽ വാഗ്ദാനങ്ങൾ നൽകാതെ കൃത്യമായി ഇടപെടുകയാണ് വേണ്ടതെന്നും കസ്തൂരി പറഞ്ഞു. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് മാറി ഇന്നും 1000 റിപ്പോർട്ട്സ് വന്നാലും യൂസ് ഇരിക്കാതെ until government passes laws and people start respecting any women. இந்த ரெண்டு தான் ഫസ്റ്റ് വേണം. സിനിമാ മേഖലയിലെ വിവാദങ്ങളിൽ ഫെഫ്ക മൗനം പാലിച്ചില്ലെന്ന് വ്യക്തമാക്കി ജനറൽ സെക്രട്ടറി B ഉണ്ണികൃഷ്ണൻ ഇന്ന് രംഗത്തെത്തി. സിനിമാ സംഘടനകൾ ഒരുമിച്ച് മാധ്യമങ്ങളെ കാണാമെന്ന് വിചാരിച്ചിരുന്നു. ആഷിഖ് കപൂറിന്റെ രാജി തമാശയെന്നും B ഉണ്ണികൃഷ്ണൻ പരിഹസിച്ചു. ന്യൂസ് ഡെസ്ക് 24.